നമസ്കാരം. പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം. നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതായ കൂടൽമാണിക്യം. കൂടൽമാണിക്യം ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഈ ഭരതപ്രതിഷ്ഠ സംബന്ധിച്ച് മുൻ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന വിഗ്രഹം കണ്ടെടുത്ത കഥ ഓർക്കുമെന്ന് തോന്നുന്നു. കേരളത്തിലെ പ്രസിദ്ധങ്ങളായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം. കൂടൽമാണിക്യം മറ്റൊരു ബോർഡിൻ്റെയോ മറ്റും കീഴിലല്ല. കൂടൽമാണിക്യത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്നതിന് കൂടൽമാണിക്യത്തിന് പ്രത്യേക ഒരു ദേവസ്വം സംവിധാനം നിലവിലുണ്ട്. കേരളത്തിലുള്ള തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അത് കഴിഞ്ഞാൽ ഗുരുവായൂരും കൂടൽമാണിക്യവുമാണ് അത്തരത്തിൽ പ്രത്യേകമായ ഭരണ സംവിധാനമുള്ള ക്ഷേത്രം. കൂടൽമാണിക്യം എന്ന വാക്കിന് കൂടൽ അധികം മാണിക്യമാണ് കൂടൽമാണിക്യമായതെന്ന് സ്ഥലനാമകാർ വിശേഷിപ്പിക്കുന്നു. ഈ പദത്തിൽ മുതൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ആരാധനാ രീതികളിൽ വരെ വളരെ വ്യത്യസ്തങ്ങളായ അഭിപ്രായം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന ജൈന സംസ്കാരത്തിൻ്റെ ഉദാഹരണമായും ജൈനമതത്തിൻ്റെ സ്വാധീനത്തെയും കൂടൽമാണിക്യ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങൾ അർത്ഥം വയ്ക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് കൂടൽമാണിക്യ ക്ഷേത്രമെന്ന് നമുക്കറിയാം. 32 നമ്പൂതിരി ഗ്രാമങ്ങൾ പരശുരാമൻ സൃഷ്ടിച്ചു എന്നൊരു പരശുരാമ കഥയുണ്ട് കേരളപ്പഴമെ സംബന്ധിച്ച്. ആ 32 ഗ്രാമങ്ങളിലൊന്നായ ഇരിഞ്ഞാടിക്കൂടൽ എന്ന് പറയുന്ന ഗ്രാമമാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ഇടമായി മാറിയത്. ഭരതൻ വർത്തമാനകാലത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ഭരതൻ എന്നത് അധികാരത്തെ കാക്ഷിക്കാത്ത ഏതൊരു ഭരണാധികാരിക്കും പ്രചോദകമായി മാറുന്ന പേരാണ്. സ്വന്തം അമ്മ ഉപജാപത്തിൽപ്പെടുത്തി രാജാധികാരത്തിന് അർഹനായ ശ്രീരാമനെ വനവാസത്തിലേക്ക് അയച്ച സന്ദർഭത്തിൽ അമ്മയോട് കലഹിച്ച് സ്വന്തം സഹോദരനെ രാജാവാക്കുവാൻ വേണ്ടി ചെല്ലുകയും ഉള്ള അദ്ദേഹത്തിൻ്റെ കൂടി ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിനു വേണ്ടി രാജഭരണം നടത്തുകയും ചെയ്ത ഭരതൻ്റെ കഥ അധികാരഗർവിൻ്റെയും അധികാരത്തിനു വേണ്ടിയുള്ള ആസക്തിയുടെയും വർത്തമാനകാലത്ത് വളരെയേറെ പ്രസക്തമാണ്. ഒടുവിൽ ജ്യേഷ്ഠൻ്റെ പ്രതിപുരുഷനായി അദ്ദേഹത്തിൻ്റെ പാദുകം വച്ച് രാജ്യം ഭരിച്ചുവെന്നാണ് ഭരതൻ്റെ രാജാധികാരത്തോടുള്ള മോഹമില്ലായ്മയ്ക്ക് ഉദാഹരണമായ കഥയായി പറയുന്നത്. ഒരധികാരി അങ്ങനെ പെരുമാറാമോ പ്രവർത്തിക്കാമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നതേയില്ല. കാരണം ഇവിടെ അധികാരത്തിനപ്പുറത്ത് സാഹോദര്യത്തിൻ്റെ കഥയാണ് ഭരതനിലൂടെ നമ്മൾ അറിയുകയും വായിക്കുകയും ചെയ്യുന്നത്. ഈ ഭരതക്ഷേത്രത്തിലെ ഭരത പ്രതിഷ്ഠയ്ക്ക് 6 അടി ഉയരമുള്ള ശിലാപ്രതിഷ്ഠയാണ്. 4 കൈകളുണ്ട്. കോദണ്ഡം, അഭയമുദ്ര, ചക്രം, ശംഖ് ഇവയാണ് ഈ 4 കൈകൾ. അഭയമുദ്ര എന്നത് പലപ്പോഴും ജൈന സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന വാദഗതി വളരെ പണ്ട് മുതൽ തന്നെ ഉള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സന്ദർഭങ്ങളിൽ അത് വിശദമായി സൂചിപ്പിക്കാം. ചില പ്രത്യേകതരം നേർച്ചകളും വഴിപാടുകളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ആൺകുഞ്ഞ് പിറക്കുന്നതിനായി കൂട്ടുപായസവും പെൺകുഞ്ഞ് പിറക്കുന്നതിനായി വെള്ള നൈവേദ്യവും ഉദരസംബന്ധമായ അസുഖം മാറ്റുന്നതിനായി
വഴുതനങ്ങ നിവേദ്യവുമൊക്കെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജാ വഴിപാടുകളുടെ കൂട്ടത്തിൽ പെടുന്നു. ഇതൊരു പക്ഷേ ഭരതൻ എന്ന ഹൈന്ദവ ദൈവത്തിന് അപ്പുറം ജൈനരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നവയാണ് എന്ന ചരിത്രവാദത്തിന് സാങ്കത്യമുണ്ടോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജൈന ക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങൾ പലതും പിന്നീട് ഹിന്ദു ദേവാലയങ്ങളായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടൽമാണിക്യ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരുണ്ട്. അത് ഉണ്ണായി വാര്യരുടേതാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനായ പൂകെട്ടുകാരനായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഉണ്ണായി വാര്യർ. ക്ഷേത്രവും ക്ഷേത്രത്തിലെ ആചാരങ്ങളും അവിടെ അരങ്ങേറിയ കലാരൂപങ്ങളും ഒക്കെയാണ് ഉണ്ണായി വാര്യരെ കൊണ്ട് മലയാള ഭാഷയിലെ എക്കാലത്തെയും മനോഹരമായ കഥകളി സാഹിത്യകൃതി രചിപ്പിച്ചത്. 4 ഭാഗങ്ങളിലായി മഹാഭാരതത്തിൽ വളരെ ചെറിയൊരു ഭാഗത്ത് വർണ്ണിച്ചു പോയ വനപർവ്വത്തിലെ നളോപാഖ്യാനം എന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാടകത്തിനു സമാനമായ അല്ലെങ്കിൽ കൽപ്പനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കൃതിയായത് പരിണമിക്കുകയായിരുന്നു. വിരഹവും രാജാധികാര വാഴ്ചയും മത മാത്സര്യവും ഒക്കെ മനുഷ്യൻ്റെ വികാരങ്ങളായി അവതരിപ്പിക്കുവാനും അതിനു തക്കവണ്ണമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാനും കഥകളിയിലെ ഒട്ടുമിക്ക സംവിധാനങ്ങളെ അവതരിപ്പിക്കുവാനും നളചരിതത്തിൻ്റെ രചനയിലൂടെ ഉണ്ണായി വാര്യർക്ക് കഴിഞ്ഞു. ഉണ്ണായി വാര്യർ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്നു എന്ന് രേഖപ്പെടുത്തുമ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ഉണ്ണായി വാര്യരെ പോലെ തന്നെ സാഹിത്യരംഗത്തും സന്നിവേശിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഉണ്ണായി വാര്യർക്ക് അദ്ദേഹത്തിൻ്റെ വാര്യമാണെന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്ന അകത്തൂട്ട് വാര്യത്തിന് 20 പറ നിലം നൽകിയിരുന്നതായി രേഖകളിൽ കാണുന്നു. ഈ അകത്തൂട്ട് വാര്യം പിന്നീട് അന്യം നിന്ന് പോയതായാണ് കരുതുന്നത്. ഉണ്ണായി വാര്യർക്ക് തിരുവിതാംകൂർ മഹാരാജാവും ഇപ്രകാരം ഭൂമി ദാനം ചെയ്തതിൻ്റെ രേഖകൾ കാണാൻ കഴിയും. ഉണ്ണായി വാര്യരുടെ കുടുംബം തലമുറ അന്യം നിന്നു പോയതായി നളചരിതത്തിലെ ഒരു ശ്ലോകത്തെ ഉദ്ധരിച്ച് അറം പറ്റുന്ന രീതിയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. 10 ഏക്കർ സമചതുരാകൃതിയിലുള്ള ഇടത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. 2 നിലയിലുള്ള വട്ട ശ്രീകോവിലും 2 നാലമ്പലങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ശിവക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ പഥങ്ങളെ പോലെയാണ് ഇവിടെ. ശിവക്ഷേത്രങ്ങളിൽ ഒരിക്കലും ഭക്തർക്ക് പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യാനാവില്ല. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയതിന് ശേഷം തിരിഞ്ഞു നടക്കുകയാണ് പതിവ്. ആ രീതി കണ്ടുവരുന്നൊരു വൈഷ്ണവ ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. മാത്രമല്ല വളരെ വിസ്താരമുള്ള ഒരു ക്ഷേത്രക്കുളം, കപില തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ വിസ്താരമുള്ള ഒരു ക്ഷേത്രക്കുളം കൂടൽമാണിക്യ ക്ഷേത്രത്തിലുണ്ട്. ഇതിന് പുറമെ മറ്റ് 5 ക്ഷേത്രക്കുളങ്ങൾ കൂടി കൂടൽമാണിക്യത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശാലതയും ഭൂപ്രദേശത്തിൻ്റെ വൈപുല്യവും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
മേടമാസത്തിലെ ഉത്രത്തിന് കൊടിയേറി തിരുവോണത്തിന് സമാപിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം. 21 ആനകൾക്കും 200-ൽ പരം മേളക്കാർക്കും ഒരേ സമയം നിൽക്കാനാവുന്ന അത്ര വിശാലമായ നടപ്പുരയാണ് ഇവിടെ ഉള്ളത്. തിടമ്പേറ്റുന്ന കൊമ്പൻ്റെ 2 ഭാഗത്തായി കുട്ടിയാനകളെ നിർത്തുന്ന രീതിയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഭരതപ്രതിഷ്ഠയെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായഗതികൾ ചരിത്രകാരന്മാർക്കുണ്ട്. ഈ പ്രതിഷ്ഠ ഭരതൻ്റേതല്ല, സംഗമേശ്വരൻ്റേതാണ് എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ശൈവമത സ്ഥാപകനായ വളരെയേറെ ശ്രദ്ധേയമായ വിപ്ലവം ജീവിതത്തിൽ നടത്തിയ ബസവേശ്വരൻ ജ്ഞാനം നേടുന്നതിനായി എത്തിയ ഇടമാണ് കൂടൽമാണിക്യം എന്ന് ഒരഭിപ്രായമുണ്ട്. ജീവിതത്തിൽ വളരെയേറെ വിപ്ലവകരമായ തീരുമാനം കൈക്കൊണ്ട ഒരാളായിരുന്നു ബസവേശ്വരൻ. തൻ്റെ സഹോദരിക്ക് നിഷേധിക്കപ്പെട്ട ഉപനയനം തനിക്കും വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്താദ്യമായി പുരുഷനുള്ള എല്ലാ അവകാശവും സ്ത്രീക്ക് വേണം എന്ന് വാദിച്ച ഒരാളായിരുന്നു ബസവേശ്വരൻ. ആ ബസവേശ്വരൻ പൂണുനൂൽ പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം വന്നെത്തിയ ഇടമാണ് കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ശൈവമത വിശ്വാസിയായിരുന്നു ബസവേശ്വരൻ. മാത്രമല്ല, ബസവേശ്വരൻ്റെ തിരുമൊഴികൾ എല്ലാം അവസാനിക്കുന്നത് കൂടൽ സംഗമദേവ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. കൂടൽ എന്നാൽ കൂടിച്ചേരുന്ന ഇടം എന്നർത്ഥം. 2 നദികൾ കൂടിച്ചേരുന്ന ഇടമായും സന്യാസിമാർ ജ്ഞാന ചർച്ചകൾക്ക് കൂടിച്ചേരുന്ന ഇടമായും, അതിൽ ശൈവ സന്യാസിമാരും ഹിന്ദു സന്യാസിമാരും ഇപ്രകാരം കൂടിച്ചേരുന്ന ഇടമായും ഈ സ്ഥലം അങ്ങനെ കൂടൽ എന്ന പേര് കൈവന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതിനു പുറമേ കൂടക്കൽ കേരളത്തിൻ്റെ പഴയ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് കൂടക്കൽ. കൂടക്കല്ല് എന്ന് പറയുന്ന പദം ലോപിച്ച് കൂടൽ ഉണ്ടായി എന്നും കരുതുന്നവരുണ്ട്. മാണിക്യം എന്നത് ജൈന സന്യാസിമാരെ പൊതുവിൽ വിളിക്കുന്ന പേരാണ്. മാത്രമല്ല, ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പര്യായമായും ഈ പദം ഉപയോഗിക്കാറുണ്ട്. ആദ്യത്തേതാണ് എങ്കിൽ നിശ്ചയമായും ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.